ARTOWZ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോഷോപ്പിൽ നമ്മൾ മലയാളം പാരഗ്രാഫ് ഇതേപോലെ ഫുൾ ജസ്റ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇതിനിടയിൽ ഇതേപോലുള്ള സ്പേസുകൾ വരിക എന്നുള്ളത്. ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു പാരഗ്രാഫ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഫുൾ ജസ്റ്റിഫൈ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഈ ഒരു പാരഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ Ctrl+A എന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് മൊത്തമായിട്ട് സെലക്ട് ആവുന്നതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ടി എന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ക്യാരക്ടർ പാരഗ്രാഫ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ പാരഗ്രാഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ നിന്ന് ഈ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് പാരഗ്രാഫ് ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്ത സമയത്ത് ഒരുപാട് സ്പേസ് ഇവിടെ അധികമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സ്പേസ് റിമൂവ് ചെയ്യാൻ വേണ്ടി പാരഗ്രാഫ് എന്ന ബോക്സിൻ്റെ ഈ ഒരു മൂലയിലായിട്ട് കാണുന്ന ഈ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് ജസ്റ്റിഫിക്കേഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ബോക്സിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് കറക്റ്റ് ആക്കാൻ പോകുന്നത്. അതിനായിട്ട് പ്രിവ്യൂ എന്ന ബട്ടണിൽ ടിക്ക് മാർക്ക് ഓണാക്കി തന്നെ വെക്കുക. ശേഷം ഇവിടെ കാണുന്ന വേർഡ് സ്പേസിംഗ് എന്ന ഭാഗത്ത് 80, 100, 133 എന്നാണ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും വരുത്തേണ്ടതില്ല. താഴെ കാണുന്ന ലെറ്റർ സ്പേസിംഗിൽ മിനിമം എന്നെടുത്ത് ഞാൻ -20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം മാക്സിമം എന്നെടുത്ത് ഒരു 10 എന്നാക്കി കൊടുക്കുന്നു. ശേഷം ഡിസൈഡ് എന്നെടുത്ത് 5 എന്നാക്കി കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പാരഗ്രാഫിൽ അത്യാവശ്യം സ്പേസുകളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. എല്ലാ പാരഗ്രാഫിലും നമുക്ക് ഈ ഒരു നമ്പർ അപ്ലൈ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നതല്ല. എന്നാലും നമ്പറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പാരഗ്രാഫ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പാരഗ്രാഫ് ഈ ഒരു രൂപത്തിൽ ക്ലിയർ ആയിട്ട് ലഭിച്ചിരിക്കുകയാണ്. ആദ്യം ഈ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരുവിധം ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ചും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഫസ്റ്റ് ലൈനിൽ ചെറിയൊരു സ്പേസ് അധികമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ലൈൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ Alt എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള സ്പേസ് കുറച്ചൊന്ന് വലുതായി ഒന്ന് അഡ്ജസ്റ്റ് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു പാരഗ്രാഫ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഡിസൈൻ സംബന്ധമായിട്ടുള്ള ടിപ്സുകളും അപ്ഡേഷൻസും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.